ഇന്ത്യ ശക്തമായ പ്രത്യാക്രമണം ആരംഭിച്ചതിന് പിന്നാലെ തന്നെ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് ആഭ്യന്തര സംഘർഷവും കൂടിയായപ്പോൾ ആകെ പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ. ഒരു വശത്ത് ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ക്വാറ്റ ബലൂച്ച് ലിബറേഷൻ ആർമി സായുധ സംഘടന പിടിച്ചെടുത്തെന്ന് റിപ്പോർട്ടുകളടക്കം പുറത്തു വരികയാണ്. ചൊവ്വാഴ്ച BLA നടത്തിയ ആക്രമണത്തിൽ 10 പാക് സൈനികരാണ് കൊല്ലപ്പെട്ടത്. ബലൂച്ച് വിമോചന പോരാട്ടം അടിച്ചമർത്താൻ പാകിസ്ഥാൻ ഏറെക്കാലമായി ശ്രമിച്ചു വരികയാണ്. ഇപ്പോൾ പാകിസ്ഥാന്റെ പ്രകോപനത്തിന് ഇന്ത്യ ശക്തമായ രീതിയിൽ തന്നെ തിരിച്ചടിക്കുകയും ചെയ്തു. അതിൽ ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ക്വറ്റയിൽ BLAയും ആക്രമണവും കടുപ്പിച്ചിരിക്കുകയാണ്. മുൻ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാന്റെ തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടി പ്രവർത്തകർ സർക്കാരിനെതിരെ തെരുവിലിറങ്ങി. പാകിസ്ഥാനിൽ ഇന്ത്യ കനത്ത തിരിച്ചടി നടത്തുന്നതിനിടെ ലാഹോറിലാണ് തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടി പ്രവർത്തകർ തെരുവിലിറങ്ങുന്നത്. ഇമ്രാൻഖാനെ മോചിപ്പിക്കണം എന്നാണ് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്. ഇന്ത്യയുടെ മിസൈലുകളും പാകിസ്ഥാന്റെ തലസ്ഥാനത്തെ നഗരമായ ഇസ്ലാമാബാദിൽ അടക്കം വീണുവെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പാക് പ്രധാനമന്ത്രിയുടെ വസതിക്ക് 20 കിലോമീറ്റർ അകലെ മിസൈൽ പതിച്ചതോടെ ഷഹബാസ് ഷെരീഫ് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറി. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഒളിച്ചോടിയപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ കീഴിൽ വിശ്വസിച്ച വലിയ ആത്മവിശ്വാസത്തിലാണ് കശ്മീരി ജനതയും. ഇപ്പോൾ കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള റോഡ് മാർഗമാണ് ജമ്മുവിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. ഡ്രോൺ ആക്രമണത്തെ ഇന്ത്യ പ്രതിരോധിക്കുകയും ചെയ്തു. ഇന്നലെ രാത്രി മുതൽ ജമ്മു കാശ്മീരിലടക്കം അതിർത്തി മേഖലയിൽ പാകിസ്ഥാൻ നടത്തിയ അക്രമ ശ്രമങ്ങൾ വിജയകരമായി നേരിട്ടെന്നും ഇന്ത്യ അറിയിച്ചു. ഇന്ത്യൻ സൈനിക ക്യാമ്പുകൾക്ക് നേരെ നടന്ന പാക് ഡ്രോൺ മിസൈൽ ആക്രമണത്തെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തകർത്തുവെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ആക്രമണം രാത്രി ഉടനീളം തുടർന്നുവെന്നും നിയന്ത്രണ രേഖയിൽ സ്ഫോടന ശബ്ദം തുടർന്നുവെന്നും അധികൃതർ വ്യക്തമാക്കി. നാവികസേന ആക്രമിച്ചെന്ന വാർത്തയ്ക്ക് അടിസ്ഥാനമില്ല എന്നും രാജ്യത്തെ വിമാനത്താവളങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സൈന്യത്തിന്റെ ഇതുവരെയുള്ള നടപടികളടക്കം ഇന്ന് രാവിലെ 10-ന് വാർത്താ സമ്മേളനത്തിലൂടെ വിദേശകാര്യ മന്ത്രാലയം വിശദീകരിച്ചു. വിദേശ പ്രതിരോധ മന്ത്രാലയങ്ങളുടെ സംയുക്ത വാർത്താ സമ്മേളനത്തിലായിരിക്കും നടപടികൾ വിശദീകരിക്കുക. പാകിസ്ഥാൻ ആക്രമണം തുടങ്ങിയതിന് പിന്നാലെ രാജ്യ തലസ്ഥാനത്ത് നിർണായക കൂടിക്കാഴ്ചകളും നടന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സേനാ മേധാവിമാരുമായും ചർച്ചകൾ നടത്തി. അതേസമയം ഇന്ന് പുലർച്ചെ ജമ്മു നഗരത്തിലും പുഞ്ചിലെ അതിർത്തി ഗ്രാമങ്ങളിലും പാകിസ്ഥാന്റെ ആക്രമണ ശ്രമം നടക്കുകയും ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണവും സൈന്യം തകർത്തു. പുഞ്ചിൽ ഗ്രാമങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിന് സൈന്യം കനത്ത തിരിച്ചടിയും നൽകി കഴിഞ്ഞു. ജമ്മുവിൽ പുലർച്ചെ നടന്ന ഡ്രോൺ ആക്രമണ ശ്രമവും സൈന്യം ചെറുത്തിരുന്നു. ഉറിയിൽ ഇന്നലെ രാത്രിയുണ്ടായ കനത്ത ഷെല്ലാക്രമണത്തിൽ ഒരു യുവതി കൊല്ലപ്പെട്ടു, ഒരാൾക്ക് പരിക്കേറ്റു. ബാരാമുള്ള ജില്ലയിലടക്കം കനത്ത ഷെല്ലാക്രമണം ഇന്നലെ രാത്രിയിലുണ്ടായി. ഇന്നലെ രാത്രിയോടെയാണ് ഇന്ത്യൻ സൈനിക താവളങ്ങൾക്ക് നേരെ പാക് ആക്രമണ ശ്രമം ഉണ്ടായത്. ശ്രീനഗർ, പത്താൻകോട്ട്, ജയ്സൽമീർ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണം ഫലപ്രദമായി പ്രതിരോധിച്ചെന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത്. അതേസമയം സൈനിക ക്യാമ്പുകൾ ആക്രമിച്ചെന്ന വാർത്തകൾ നിഷേധിച്ചുകൊണ്ട് പാകിസ്ഥാനും രംഗത്ത് വന്നിരുന്നു. റിപ്പോർട്ട് അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമെന്നായാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നത്. ഇതിനിടെയാണ് പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിലേക്ക് ഇന്ത്യ ശക്തമായ മിസൈൽ ആക്രമണം നടത്തിയെന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ വസതിക്ക് കിലോമീറ്ററുകൾ മാത്രം അകലെ സ്ഫോടനമുണ്ടായെന്നും ഇത് മിസൈൽ ആക്രമണമാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഷെരീഫിനെ വസതിയിൽ നിന്നും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. കനത്ത പ്രഹരമാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ഏറ്റത്. ശക്തമായി പ്രതിരോധിക്കാൻ ശ്രമിച്ച പാകിസ്ഥാനെ ഇല്ലാതാക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് സാധിക്കും. എന്നാൽ തീവ്രവാദികളെ മാത്രം ലക്ഷ്യവെച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഇന്ത്യ നടത്തിയത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സാധാരണക്കാരെ കൊല്ലാൻ ഒരിക്കലും ഇന്ത്യൻ സേനയ്ക്ക് സാധിച്ചില്ല.